ശ്രീമദ് ഭാഗവതം ക്ലാസ് 225 നമ്മൾ സ്കന്ധം 10 ആദ്യ ഭാഗത്ത് 23-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അതിൽ വിഷയം വിപ്രപത്നി അനുഗ്രഹ ലീല, വിപ്രന്റെ പത്നിയെ അനുഗ്രഹിക്കുന്നതാണ് കൃഷ്ണൻ. അപ്പം കഥയിലേക്ക് നമുക്ക് കടക്കാം, എന്നാലേ ആ വിഷയം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഒന്നില് ഗോപന്മാർ പറയുകയാണ്, വീരനായ രാമ, ദുഷ്ടനിയന്താവായ കൃഷ്ണ, ഞങ്ങൾക്ക് വളരെ വിശപ്പ് ബാധിച്ചിരിക്കുകയാണ്, അതിന് ശമനം ഉണ്ടാക്കിത്തരണം. അപ്പോൾ അവരുടെ വിശപ്പ് മാറ്റുകയാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം 2 ശ്രീ സുഖൻ പറയുകയാണ്, ഗോപന്മാർ ഈ പറഞ്ഞത് കേട്ടപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? സ്വഭക്തയായ വിപ്രപത്നിയെ അനുഗ്രഹിക്കുവാൻ ഇപ്രകാരം പറഞ്ഞു. വിപ്രന്റെ പത്നിമാരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. വിപ്രനെയല്ല, വിപ്രന്റെ പത്നിയെ. അവൾ സ്വഭക്തിയാണ്. അപ്പൊ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇവര് വിശപ്പ് പറഞ്ഞപ്പോൾ എന്താണെന്ന് നോക്കാം. 3 വേദപണ്ഡിതരായ ബ്രാഹ്മണർ സ്വർലോകം കാക്ഷിച്ച് അംഗീരസം എന്ന ഒരു യാഗം ചെയ്യുന്നുണ്ട്. അംഗീരസുകൾ ആരാണെന്ന് നമുക്കറിയാമല്ലോ. സൃഷ്ടി ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായ അംഗീരസുകളാണ്. അവയിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ വേദപണ്ഡിതരായ ബ്രാഹ്മണര് അംഗീരസുകളായിട്ട് യജ്ഞം നടത്തുക എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണർ എന്നത് ബുദ്ധിയുള്ളവരാണ്. അവരാണ് സൃഷ്ടിക്രമത്തിലെല്ലാം പങ്കെടുക്കുന്നത്. അതായത് ശാസ്ത്രജ്ഞന്മാരാണ്. അവരെല്ലാം സൃഷ്ടിക്രമത്തിൽ പങ്കെടുക്കുന്നവരാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യം മുതൽ അവരുടെ യാഗശാലയിലേക്ക് പോകുവാനാണ് പറഞ്ഞത്. ആരോട്? ഈ ഗോപന്മാർ. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് 4 പറയുകയാണ്, ജ്യേഷ്ഠൻ്റെയും എൻ്റെയും പേരിൽ യാചിക്കുവിൻ. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെയും ജ്യേഷ്ഠൻ്റെയും പേരിൽ യാചിച്ചോ. ജ്യേഷ്ഠൻ്റെ പേരിൽ ആദ്യം, മൂത്തവരാണല്ലോ ആദ്യം ചോദിക്കേണ്ടത്. പിന്നെ എൻ്റെയും പേരിൽ യാചിക്കുക അവിടെ പോയിട്ട്. 5 ഈ പറഞ്ഞ പ്രകാരം ആജ്ഞാപിക്കപ്പെട്ടപ്പോൾ, ആജ്ഞാപിക്കുന്ന മാതിരിയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്ത്? കൂപ്പ് കൈകളോടെ ഭൂമിയിൽ വീണ്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് ബ്രാഹ്മണരോട് പറഞ്ഞു. ആ ബ്രാഹ്മണരോട് ദണ്ഡ നമസ്കാരം ചെയ്തിട്ടാണ് പറഞ്ഞത്. കൂപ്പ്, കാരണം യാചിക്കാൻ ചെല്ലുകയാണല്ലോ. അപ്പം പിന്നെ ആ തരത്തിൽ വേണമല്ലോ ചോദിക്കാൻ. ഹല്ലയോ ഭൂമി ദേവന്മാരെ കേൾക്കുക. ഭൂമിയുടെ ദേവന്മാരാണ് ആര്? ബ്രാഹ്മണർ. കാരണം ഭൂമിയെ സ്വർഗസമാനം ഉയർത്തുന്നത് ആരാണ്? ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പം ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞൻ, ബുദ്ധിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവർ. അവർ ശാസ്ത്രജ്ഞർ തന്നെയാണ്, ചിന്തകരാണ്. അവരാണ് ബ്രാഹ്മണർ. നമുക്കൊന്നും അങ്ങനെ എത്താനൊന്നും പറ്റില്ല. അത്രയും മാത്രം ചിന്തിക്കാനുള്ള കഴിവൊന്നും നമുക്ക് ഇല്ല. അങ്ങനെയും ചിന്തിക്കുന്ന ആരിലാണ്? ന്യൂട്ടണും റുദർഫോർഡും ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ, വലിയ വലിയ ചിന്തകർ. അവരല്ലേ ഈ ശാസ്ത്രമെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. അവരാണല്ലോ, അങ്ങനെയുള്ളവർ കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ പുരോഗമിക്കുന്നത്. അതാണ് ബ്രാഹ്മണരെ ആദരിക്കുക. അല്ലാതെ ബ്രാഹ്മണരെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു ചുക്കും കണ്ടെത്താൻ പറ്റില്ല. അവരൊന്നും ബ്രാഹ്മണരല്ല. അത് ജന്മം കൊണ്ടൊന്നും കിട്ടില്ല. ജന്മം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ രക്തബന്ധം കൊണ്ടൊന്നും കിട്ടില്ല എന്ന് ഉപനിഷത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭൂമിദേവന്മാര്, ഭൂമിയെ രക്ഷിക്കുന്നവര് ഇങ്ങനെ നല്ല ചിന്തയും ബുദ്ധിയുള്ളവരാണ് ലോകത്തെ മുന്നോട്ടേക്ക്, ഈ ബുദ്ധിയുള്ളവരുടെ ചിന്തകളാണ് ലോകത്തെ മുന്നോട്ടേക്ക്
നയിക്കുന്നത്. പല പല ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കും. ആ ആശയത്തിൻ്റെ പിന്നാലെ ജനം പോകും. അങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ചിലപ്പം ഭരണക്കാർക്ക് അവർക്ക് അത് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ചില ഉള്ള കാര്യം വിളിച്ചു പറയുമ്പോഴേ ഭരണക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഭരണക്കാരെ പോലും ക്ഷത്രിയരെ ബ്രാഹ്മണരെ മൈക്കിട്ട് കയറാനാണ് നടക്കുക. എന്നിട്ടോ കൃഷ്ണന്റെ ആജ്ഞാനുകാരികളാണ് നമ്മൾ. അവിടെ പോയിട്ട് പറഞ്ഞതാണ്, രാമനാൽ നിയോഗിക്കപ്പെട്ടിട്ട് കൃഷ്ണന്റെ രാമനാലും അവരുടെ ആജ്ഞാനുവർത്തികളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവർ നിയോഗിക്കപ്പെട്ടവരായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ അവരുടെ കൃഷ്ണന്റെ ഗോപന്മാരാണ്. ഇവിടെ നിന്ന് ഏറെ അകലത്തല്ലാതെ, ഏഴിൽ പറയുകയാണ്, ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലത്ത് കൃഷ്ണനും രാമനും വിശന്നുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഭയങ്കര വിശപ്പെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരങ്ങനെ ഗോക്കളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അന്നത്തെ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അന്നം കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നത്. ധർമ്മജ്ഞരായ മഹാബ്രാഹ്മണരെ ഭഗവാന്മാരുടെ പക്കലുള്ള അന്നം നൽകുവാൻ ഉള്ള ശ്രദ്ധയുണ്ടെങ്കിൽ യാചകന്മാരായ അവർ രണ്ടുപേർക്കും കൊടുക്കുക. ധർമ്മജ്ഞരാണ് നിങ്ങൾ, മഹാബ്രാഹ്മണരാണ്. ഭഗവാന്മാരുടെ പക്കല് അന്നമുണ്ടെങ്കിൽ അത് കൊടുക്കുവാനുള്ള ശ്രദ്ധയും ഉണ്ടെങ്കിൽ യാചകരായ അവർക്ക്, ആര്? കൃഷ്ണനും ബലരാമനും രണ്ടുപേർക്കും കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. 9 ഈ വിധമുള്ള കൃഷ്ണ ഭഗവാന്റെ അപേക്ഷ കൃഷ്ണൻ പറഞ്ഞ മാതിരിയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ കേട്ടതായി നടിച്ചില്ല. നിസ്സാര സ്വർഗാദികളിൽ ആശയായി നടക്കുന്ന അവർക്ക് സ്വർഗമാണ്, പക്ഷെ അത് നിസ്സാരമാണ്. നിസ്സാരമായ സ്വർഗാദികളിൽ ആശ വെച്ച് നടക്കുന്നവരാണ് ഈ ബ്രാഹ്മണർ. എന്നിട്ട് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർ. സ്വർഗം നേടാൻ വേണ്ടിയിട്ട് വലിയ വലിയ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ സ്വതവേ മൂഢന്മാരാണ്. അവർക്ക് വലിയ വിവരമൊന്നും ഇല്ല. പക്ഷേ ജ്ഞാനവൃദ്ധരാണെന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ജ്ഞാനം കഴിഞ്ഞവരാണെന്നാണ് അവരുടെ നാട്യം. നാട്യമെല്ലാം കണ്ടു കഴിഞ്ഞാലെങ്കിൽ ബുദ്ധി കഴിഞ്ഞങ്ങ് കിടക്കുകയാണ്. അവർക്കെല്ലോ സ്വർഗം നേടാൻ വേണ്ടിയിട്ട് വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന വരിയാണ്. പക്ഷെ മൂഢന്മാരാണ്. 10 ദേശം, കാലം, യാഗദ്രവ്യങ്ങൾ. അതിനുപയോഗിക്കുന്ന യാഗദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മം ചെയ്യുന്ന എല്ലാം ചോറ് ഇപ്പം റോഡ് ചെയ്യണ്ടെങ്കിൽ കല്ലും താറും എല്ലാം എന്താണ്? യാഗദ്രവ്യങ്ങളാണ്. പ്രയോഗം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുക. ഋത്തിക്കുകൾ, അതെല്ലാം ജ്ഞാനം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവർ എന്നിവയും ത്രേതാഗ്നി, പലതരത്തിലുള്ള അഗ്നികൾ ഉപയോഗിച്ചിട്ടാണ്, അഗ്നിയെ ഊർജ്ജം പലതരത്തിൽ ഉപയോഗിച്ചിട്ടാണ് കർമ്മം ചെയ്യുക. ഇന്ദ്രാദി ദേവന്മാരാണ് അവർക്ക് വേണ്ട. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ കർമ്മം പൂർത്തീകരിക്കുന്ന കക്ഷികളാണ് ഈ ഇന്ദ്രാദികൾ. യജ്ഞകർത്താവ്, യജ്ഞം, ധർമ്മം എന്നിവയെല്ലാം യാതൊരാളുടെ സ്വരൂപമാണോ ഇതെല്ലാം തന്നെ അങ്ങേരുടെ സ്വരൂപമാണ്, ആ ഈശ്വരൻ്റെ. ഇവർ ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്വരൂപമാണ്. അത് തന്നെയാണ് യജ്ഞമായിട്ട് എല്ലാമായിട്ട് മാറിയിരുന്നത്. അത് മനസ്സിലാക്കാൻ പോലും കഴിയാതെ, കാരണം ആ ബ്രഹ്മമാണ്, ശ്രീഹരിയാണ് ഈ യജ്ഞമായി യജ്ഞദ്രവ്യമായിട്ടെല്ലാം മാറിയിരിക്കുന്നത്. ഈ യജ്ഞദ്രവ്യത്തെയാണ് നമ്മൾ എടുത്തിട്ട് ഈശ്വരന് കൊടുക്കുന്നത്. ഈശ്വര എൻ്റെ കാര്യം സാധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നത് ഏതാണ്? ഈശ്വരൻ തന്നെയായ ഈ നിസ്സാര. അമ്പലത്തിൽ പോയിട്ട്
ഭക്തിയോടുകൂടി ഒരു 10 ഉറുപ്പ്യ ഭണ്ഡാരപ്പെട്ടി. ഈ 10 ഉറുപ്പ്യ ആരാണ്? ഈശ്വരനാണ്. ആ ഈശ്വരനെ എടുത്തിട്ട് ഈശ്വരന് കൊടുക്കുകയാണ്. ഏത് കുട്ടികൾ അച്ഛൻ്റെ കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് അച്ഛ ഇന്നാ പിടിച്ചോ മുട്ടായി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മാതിരിയാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ. ഈ എല്ലാ യജ്ഞധർമ്മ ധാന്യങ്ങളും എല്ലാം ആ ശക്തിയാണ്. പിന്നെ അതെടുത്തിട്ട് അങ്ങേർക്ക് തന്നെ കൊടുക്കുന്നത് എന്ത് ബേസിലാണ്? പ്രപഞ്ചം തന്നെ അങ്ങേരാണ്. അങ്ങേർക്ക് വേണ്ടി നക്കാപ്പിച്ച ചില ജ്യോത്സ്യന്മാർ പറയും, ഓ ഈശ്വരൻ ഇന്നത്തെ ഭക്ഷണം ശരിയായില്ല, അതുകൊണ്ട് ഈശ്വരൻ ഇന്ന് കൊടുക്കുന്ന ഇതുണ്ടല്ലോ കുറച്ച് മണം കുറച്ച് കുറവാണ്, നല്ല മണമില്ല, അതുകൊണ്ട് ഈശ്വരൻ കോപിച്ചിരിക്കുകയാണ്. ദേവപ്രശ്നമെല്ലാം നടത്തിയിട്ട് പറയുന്നതാണ് ഈശ്വരന് കൊടുത്തത് അത്ര ശരിയായി. ഈശ്വരൻ ഇത് തിന്നാനല്ലേ നടക്കണം, രൂപവും ഭാവവും ഇല്ലാതെ കക്ഷി. എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശ്വരന് പണം കൊടുക്കുക, പാല് നിവേദ്യം, പൂ നിവേദ്യം, ഇതൊന്നുമല്ല ഈശ്വരൻ ചോദിക്കുന്നത്. ഈശ്വരൻ ചോദിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം എനിക്കായി, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്, ഈ രാഷ്ട്രമാണ്, ഈ രാഷ്ട്രത്തിലെ പാവങ്ങളാണ്, അവർക്കായി നീ കർമ്മം ചെയ്യുക. നിൻ്റേതെന്നോ നിൻ്റെ ആൾക്കാരെന്നോ ധരിക്കാതെ നിന്റെ കർമ്മം ഭംഗിയായി ചെയ്യുക. അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ്റെ സാധനം എടുത്തിട്ട് ഈശ്വരന് കൊടുത്തിട്ട് എൻ്റെ കാര്യം സാധിക്കും ഇത് നോക്കി അടക്കാനാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരന് വേറെ പണിയൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ജോലിക്കല്ല ഒരാളെ വിളിക്കുന്ന മാതിരിയാണ് പൈസ കൊടുത്തിട്ട് എൻ്റെ കാര്യം സാധിപ്പിച്ചത്. ആരോട്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിവയെല്ലാം യാതൊരുവന്റെ സ്വരൂപമാണോ അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപവും. അപ്പൊ ഇവിടെ കൃഷ്ണൻ ആരാണ്? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പറയുമ്പോഴെല്ലാം പറഞ്ഞു എവിടത്തേക്കാണ് എത്തുന്നതെന്നറിയാം. പരബ്രഹ്മസ്വരൂപമാണ്. അല്ലാതെ ഈ ഒരു കഥയിലുള്ള കുട്ടിയായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അത് കഥയിൽ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് അവതരിപ്പിച്ചതേ ഉള്ളൂ. ഇത് പരബ്രഹ്മസ്വരൂപമാണ്. ഇന്ദ്രിയങ്ങൾക്കതീതനും ആ ശ്രീകൃഷ്ണനെ നശിക്കുന്ന ശരീരത്തിൽ ആത്മാഭിമാനം കൊണ്ടിരിക്കുന്ന ദുർബുദ്ധികളായ അവർ, അങ്ങനെയുള്ള ഈശ്വരനെ നശിക്കുന്ന ശരീരത്തിൽ ആത്മാഭിമാനം കൊണ്ടിരിക്കുന്ന ഇവരുടെ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. ഏത്? ഈ ബ്രാഹ്മണന്മാരുടെ. എന്നിട്ട് ആ ശരീരത്തിൽ ആത്മാഭിമാനം കൊള്ളുകയാണ്. എൻ്റെ ശരീരം എന്തോ ദിവ്യമാണ്, മറ്റുള്ളവരൊന്നും തൊടാൻ പാടില്ല, തൊട്ടുപോയാൽ ഈശ്വരന് കുഴപ്പം. കാരണം ഈ ശരീരം ഈശ്വരനാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ശരീരം തൊട്ട് കഴിഞ്ഞാൽ ഈശ്വരന് ആ ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ ഈശ്വരൻ എന്തായി പോകും? ആകെ അശുദ്ധിയായി മാറും. ഈ എല്ലാ തൊടുന്നവന് ഈശ്വരനാണ്. ഈ ഒരു തത്വമൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കൃഷ്ണനെ നശിക്കുന്ന ശരീരത്തിൽ ആത്മാഭിമാനം കൊണ്ടിരിക്കുന്ന ദുർബുദ്ധികളായ ഇവർ മനുഷ്യനെന്ന നോട്ടത്താൽ കൃഷ്ണനെ ആദരിച്ചില്ല. ഈ കൃഷ്ണനെ ഇപ്പം ഒരു മനുഷ്യരൂപത്തിലാണല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത്, മനുഷ്യരെന്ന നോട്ടത്താൽ. അപ്പൊ ഈ കൃഷ്ണനെ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്, മനുഷ്യരൂപത്തിലാണ്. അതുകൊണ്ട് ഇത് മനുഷ്യനായി വന്ന ഈശ്വരൻ. അതായത് നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ മനുഷ്യരായിട്ടാണ് പ്രമോദ് വന്നിരിക്കുന്നത്. പ്രമോദ് എന്നെ തൊടാൻ പാടില്ല. പ്രമോദ് എന്നെ തൊട്ടാൽ അശുദ്ധിയായി പോകും. കാരണം അതൊരു മനുഷ്യനാണ്. അല്ലേ? അതൊരു ആർത്തവുള്ള സ്ത്രീയാണ്. അതൊന്നും അടുത്ത് വരാൻ പാടില്ല. എന്തായിപ്പോ? അശുദ്ധി ഭയങ്കര. ഈ ആർത്തവുള്ള സ്ത്രീ ആരാണ്? കൃഷ്ണനാണ്.
ഈ ഭാഗവതം ശരിക്ക് അർത്ഥം വെച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തെല്ലോ കാട്ടിക്കൂട്ടിയാണ്. അല്ലാതെ ഇന്ന് നമ്മൾ ചെയ്യുന്നതിന് നേരെ ഘടക വിരുദ്ധമാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത്? നമ്മൾ വരികളിൽ പിടിക്കില്ല. നമ്മൾ ഭാഗവതവും തുറന്നിരുന്നിട്ട് രാധേ രാധേ എന്നാദ്യം തുടങ്ങും. എന്നിട്ട് നമ്മളെല്ലാം എത്ര പാടുപെട്ടിട്ട് സ്കൂളിൽ പോയ നടന്ന് ഇന്ന് ഇപ്പോഴത്തെ നമ്മളെ മക്കൾ ഇതെല്ലാം കേൾക്കുമ്പോൾ മുമ്പിലിരിക്കുന്നവർക്ക് നല്ല സുഖം കേട്ടെ വയസ്സന്മാർക്ക്. എല്ലാതും ഈ വരികൾ വായിച്ചാൽ അതിൻ്റെ അർത്ഥത്തിലൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഏത് ലെവലിലേക്കാണ് ഉയരുന്നതെന്ന് ചിന്തിച്ചു നോക്കുന്നത്. നമ്മൾ ഈശ്വരൻ്റെ ലെവലിലേക്കാണ് ഉയരുന്നത്. നമ്മൾ പിന്നെ ആരെക്കാട്ടിയും കീഴിയോ അല്ല മുകളിലും അല്ല. നമ്മളെക്കാട്ടി മുകളിൽ ആരുമില്ല, ഈശ്വരനും ഇല്ല. ഈശ്വരൻ തന്നെയാണ് നമ്മൾ. പിന്നെ നമ്മളെങ്ങനെ ഈശ്വരനെക്കാട്ടി മുകളിലാകുന്നു? അല്ലെ, ഈശ്വരൻ എങ്ങനെയാണ് നമ്മളെ മുകളിലാകുന്നത്? ആ ഈശ്വരൻ തന്നെയാണ് നമ്മൾ. ആ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഉയരുന്നത്. ഏതുപോലെ ഉയരുന്നത്? ഈശ്വരന് സമാനം ഉയരും. അതാണ് ഭാഗവതം നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈശ്വരന് സമാനമായി ഉയരുമ്പോൾ ആ ഈശ്വരൻ നമ്മുടെ അടിമയാണെന്നാണ് പറയുന്നത്. ആ ഭക്തന്റെ അടിമയാണ്. ഇത്രയും വിശാലമായ ഒരു വീക്ഷണമാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പന്ത്രണ്ടില് അവരപ്പോൾ തരാമെന്നോ തരില്ലെന്നോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. ചെവി കേൾക്കാതെ മാറി പൊട്ടന്മാരെ മാറിയിരുന്നു. അപ്പോൾ നിരാശന്മാരായ ഗോപന്മാര് കൃഷ്ണരാമന്മാരുടെ അടുക്കൽ ചെന്ന് ഈ വിധം അറിയിച്ചു. പറഞ്ഞതല്ല, അതേപോലെ പറഞ്ഞു. 13 അത് കേട്ട് ചിരിച്ച ശ്രീകൃഷ്ണൻ, അത് കേട്ട് കൃഷ്ണൻ ചിരിച്ചു. കൃഷ്ണൻ അറിയാം ഇവന്മാരെല്ലാം മണ്ടന്മാർ, എന്തെല്ലോ ബ്രാഹ്മണരാണെന്നും പറഞ്ഞങ്ങ് നടക്കുകയാണ്. വലിയ ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലോ ആണെന്ന്. അത്രയും ബുദ്ധി വെച്ച്, കാരണം ബുദ്ധി ഉണ്ടെങ്കിലേ ബ്രാഹ്മണരാവുള്ളൂ, ശാസ്ത്രജ്ഞന്മാരാവുള്ളൂ. പക്ഷേ ശാസ്ത്രജ്ഞന്മാരും എന്താണ് അഹങ്കരിച്ച് അവസാനം കണ്ടെത്തി ആറ്റം എത്തി, ഇലക്ട്രോൺ എത്തി, പ്രോട്ടോൺ എത്തി, ക്വാണ്ടം മെക്കാനിക്സ് എത്തിയപ്പോൾ പിന്നെ അമ്മമാർ അർത്ഥം വിട്ടു. നമ്മളിത് കണ്ടുപിടിച്ചൊന്നുമല്ല ഇത് അപ്പുറമുള്ളത് ആകെ ഇതിന് നേരെ എതിരാണ്. അതോടുകൂടി അവരെല്ലാം ഇട്ടെറിഞ്ഞ് അതിനുള്ള എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിപ്പിച്ച മുഴുവൻ എന്തായിപ്പോ ഇതിനെ നോബൽ സമ്മാനം എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ, അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. നീ എന്താടാ പറയുന്നു? ഒരിക്കലും ഇത് പറയുന്നു, ഇപ്പം പറയുന്നത് നേരെ തിരിച്ചു പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരൊറ്റ ഊരലാണ്. അത് കേട്ട് ചിരിച്ച ശ്രീകൃഷ്ണൻ ലോകമായ മനസ്സിലാക്കിയിട്ട്, ലോകത്തിൻ്റെ മായയാലാണ് ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നത്, അവരോട് പറഞ്ഞു. 14 ബലരാമനോടൊത്ത് വന്ന എന്നെപ്പറ്റി ബ്രാഹ്മണർ പത്നിമാരോട് വിവരം കൊടുക്കുവിൻ. ഇങ്ങനെ 2 പേരാണ് വന്നിട്ടുണ്ട് എന്ന് ബ്രാഹ്മണന്മാരുടെ പത്നിമാരോട് പറയുന്നു. എന്നിൽ വിശ്വാസം അർപ്പിച്ച അവർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. അവർക്ക് എന്നോട് വിശ്വാസമുണ്ട്. അവർക്ക് ഇപ്പം കൃഷ്ണന് ബ്രാഹ്മണന്മാരുടെ ഇത്രയും പണ്ഡിതന്മാരായി ഇവന്മാരെ പറ്റി കൃഷ്ണന് തീരെ വിശ്വാസമില്ല. പിന്നെയും ബ്രാഹ്മണ പത്നിമാരോടാണ് വിശ്വാസം. ബ്രാഹ്മണ പത്നിമാരൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞു വെച്ചിട്ട് ബ്രാഹ്മണന്മാരും പത്നിമാരൊന്നും സ്ത്രീകളൊന്നും വേദം പഠിപ്പിക്കാനും ഒന്നും അർഹതയില്ല. അവരിതൊന്നും പഠിക്കാൻ പാടില്ല, അതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതല്ല ഇത് നിങ്ങളെല്ലാം ആർത്തവുള്ള ഒരു നീച വിഭാഗം, നിങ്ങളങ്ങ് മാറി നിൽക്കുക, നമ്മളെല്ലാം എന്തോ വലിയ ദിവ്യന്മാരാണ്. കാരണം ഇതെല്ലാം ആർത്തവുള്ള, ഇടക്ക് ആർത്തവെല്ലാം വരുന്ന ഒരുമാതിരി വൃത്തിയില്ലാത്ത കക്ഷികളാണ് ഈ ഭാര്യമാർ. നമ്മളെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ അങ്ങ് ഇടക്കുകയാണ്. പക്ഷേ കൃഷ്ണൻ പറയുന്നു എന്നോട് ഭക്തിയുള്ള അവരുടെ അടുത്ത് പോയി ചോദിച്ചോട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന തരുമ്പോൾ ഒരു പ്രശ്നമില്ല.
നിങ്ങൾക്ക് വേണ്ടുവോളം തരും. 15. അനന്തരം ഗോപന്മാർ പോയിട്ട് പത്നീശാലയിൽ ഇരിക്കുന്ന, പത്നിക്ക് വേറെ തന്നെ ശാലയുണ്ടാവും ചിലപ്പോൾ, അവർക്ക് ഇന്നടത്തെ വരാൻ പാടില്ല, മുമ്പിലൊന്നും വരാൻ പാടില്ല. കാരണം അവിടെ വലിയ ബ്രാഹ്മണ സദസ്സുമെല്ലായിട്ട് അങ്ങനെ ചിന്തകരായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് മൂലക്ക് അടുക്കളേൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. പത്നീശാലകളാണ്. ഇരിക്കുന്നവരെ അവരെങ്ങനെയാണുള്ളത്? നല്ലവണ്ണം ദേഹമെല്ലാം അലങ്കരിച്ചിട്ടാണ്. എല്ലാ സുഖഭോഗ വസ്തുക്കളും എല്ലാം ശരീരത്തിൽ എല്ലാം. അതിൻ്റെ തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥമുണ്ട്. സുഖഭോഗ വസ്തുക്കൾക്ക് സമാനമാണ്. ഇരിക്കട്ടെ, നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഏത് പത്നിശാലയിൽ. ആ ബ്രാഹ്മണ പത്നിമാരെ കണ്ട് നമസ്കരിച്ച് വിനയാന്വിതരായി ഇങ്ങനെ പറഞ്ഞു: വിപ്രപത്നിമാരെ, നിങ്ങൾക്ക് നമസ്കാരം. ഞങ്ങളുടെ വാക്കുകൾ കേട്ടാൽ അധികം ദൂരെയല്ലാതെ ഒരുത്ത് ശ്രീകൃഷ്ണനും മറ്റും പാർത്തു വരികയാണ്. ആര്? മറ്റേ സഹോദര ജ്യേഷ്ഠൻ ബലരാമൻ. 17. കൃഷ്ണൻ രാമനോടൊത്ത് പശുക്കളെ അടക്കുകയാണ്. വിശന്നു നിൽക്കുന്ന അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകിയാലും, അവരൊക്കെ മാത്രമല്ല അവരോടൊപ്പമുള്ള എല്ലാവർക്കും, ഗോപന്മാർക്കെല്ലാം ഭക്ഷണം നൽകിയാലും. 18. അവരുടെ കഥ ശ്രവിച്ച് കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന അവർ, ഈ കൃഷ്ണന്റെ കഥയെല്ലാം ഇവർ കേട്ടിട്ടുണ്ട്. ആ കഥ കേട്ടിട്ട് കാണാൻ കൊതിച്ചിരിക്കുന്ന സ്ത്രീകൾ അവരുടെ അടുത്ത് വന്നിരിക്കുകയാണ് കൃഷ്ണൻ എന്നറിഞ്ഞിട്ട് പരിഭ്രമിച്ചു പോയി. അവരുടെ കഥയെല്ലാം കേട്ട്, ഇവർക്ക് കഥ കേൾക്കാനേ അറിയുള്ളൂ. ആർക്ക്? അല്ലാതെ വേദങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അത് സ്ത്രീകൾ കഥ പറഞ്ഞു കൊടുക്കും. കാരണം വിളിച്ചിരുത്തിയിട്ട് കഥ പറഞ്ഞെടുക്കും. രാധേ രാധേ. അപ്പം അതെല്ലാം കേട്ടിട്ടുണ്ട്. ആ കഥയിലുള്ള കേട്ടിട്ട് ഇവരെ അങ്ങനെ എന്തോ ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്നുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ്. എവിടെ നല്ല മുഴുവൻ കഥയൊന്നും അറിയില്ല. രാമൻ സീതയ്ക്ക് എപ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് രാമനെ കേട്ടിട്ടുണ്ട്, സീതനെയും കേട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള അത് വലിയ പിടിയൊന്നും നമുക്കില്ല. സ്ത്രീകളുടെ അവസ്ഥയാണത്. ഭദ്രകാളി എന്താണ്? ശിവനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പാർവതിയായിട്ട് ബന്ധമുണ്ടോ? അല്ല വേറെ വല്ലവരുമായിട്ട് ബന്ധമുണ്ടോ? ഭദ്രകാളിയും ഇതെല്ലാം തമ്മിലുള്ള എന്താണ് ബന്ധം എന്നെല്ലാം ചോദിച്ചാൽ അതൊന്നും അറിയുന്നില്ല. പക്ഷെ ഭദ്രകാളി വിചാരിച്ചാൽ നമ്മളെല്ലാം ശത്രുക്കളെല്ലാം ശരിയാക്കി തരും. ഇങ്ങനെ ധാരണയും വെച്ച് നടക്കുന്നതാണ് സ്ത്രീകൾ. ഏതെല്ലോ കഥയിൽ എവിടെയെല്ലോ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങ് ഭക്തിയാണ്, ഭയങ്കര ഭക്തിയാണ്. പക്ഷെ ആ വിശ്വാസമാണ് മറ്റേ ബ്രാഹ്മണന്മാരെ കാട്ടിയുള്ള വിശ്വാസത്തെക്കാട്ടി മികച്ചു നിൽക്കുന്നത്. കാരണം അവർക്ക് ഈ ജാതിമത ചിന്തകളൊന്നും യഥാർത്ഥത്തിൽ അവരിൽ ഇല്ല. അവർക്കെന്തേ ഉള്ളൂ? ഏതോ ഒരു ഈശ്വരൻ എന്നുള്ള ചിന്തയുള്ളൂ. അല്ലാതെ ഈശ്വരൻ മറ്റേതാണ്, ഇങ്ങനെയാണ്, ഉരുണ്ടതാണ്, നീണ്ടതാണ് എന്നല്ല മറ്റേവരാണ് പറഞ്ഞു നിൽക്കുക. ആര്? ബ്രാഹ്മണര്. ഇവർക്ക് നീണ്ടതായാലും വേണ്ടിയില്ല, വരട്ടയായാലും വേണ്ടിയില്ല, എന്തായാലും ഈശ്വരൻ മതി, ഈശ്വരൻ മതി. എന്തോന്നുണ്ട് ഇവരെ മനസ്സിലുള്ളത് അതാണ്. എന്തോ ഒരു ശക്തി അവിടെയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഈ കഥേനെ പറ്റിയോ അല്ലെങ്കിൽ ഈ കൃഷ്ണൻ എന്താണ് ഇതൊന്നും അവർക്കൊരു ചുക്കും അറിയില്ല. അതാണ് സത്യം. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വേദാലം പഠിച്ചിട്ട് അങ്ങ് ഉരുവിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർക്ക് ഒട്ടും പിടിയിട്ടില്ല. എങ്കിൽ ഈ കൃഷ്ണനെ കേട്ടപ്പാട് തന്നെ കൃഷ്ണനെ കാണുന്നതിനെല്ലാം ഈശ്വരനായിട്ട് കാണണ്ടേ? ആ ലെവലിലേക്ക് അവർ വന്നു. ഒരു വളർച്ചയും വന്നിട്ടില്ല. പക്ഷെ ഇവർക്കെന്തുണ്ട്? ഇവർ ഈശ്വരൻ എന്ന് കേട്ടാൽ അതൊക്കെ എവിടെയുണ്ടോ? ഇതിലുണ്ടെന്നാണ് അത് ഈശ്വരൻ തന്നെ പറഞ്ഞേച്ചാൽ മതി. ഒരു കമ്പി നാട്ടിട്ട് അവിടെ ഒരു ഈശ്വരൻ ഉണ്ട് കേട്ടോ. പുതിയ ഈശ്വരൻ വന്നിട്ട് ഒരു കമ്പിയാണ് പ്രതിഷ്ഠ. പിറ്റേന്ന് മുതൽ അവിടെ പോയി തൊഴുത് എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യും. അത്രയേ ഉള്ളൂ. മറ്റവരെ പോലെയല്ല. അപ്പൊ യഥാർത്ഥ ഭക്തി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇതാണ് യഥാർത്ഥ ഭക്തി. കാരണം എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള കഴിവ്. അവർക്കിങ്ങനെ ഇങ്ങനെ രൂപത്തിൽ ഇന്ന വിധത്തിൽ മറ്റേ ഇന്ന ആചാരം അതൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. ആള് പറയുന്ന മാതിരി ചെയ്യും. ആർത്തമുള്ള സ്ത്രീകൾ അമ്പലത്തിൽ പോകുമ്പോൾ ഓ ഇല്ല നമ്മൾ പോകുന്നില്ല, ശരി പോകുന്നില്ല. പിറ്റേ ദിവസം ആർത്തമുള്ളവർക്കും പോകാം, എന്നാ പിന്നെ നമ്മളങ്ങ് പോവുക. ഇതാണ് അവരുടെ അവസ്ഥ. ഇതെല്ലാം തീരുമാനിക്കുന്ന മറ്റേ ആശാന്മാരാണ്. അവരവിടെ ഇരുന്നിട്ട് ഓരോന്നും ഉണ്ടാക്കിവിടും. അതിനനുസരിച്ച് കൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട്. ഒരു അമ്പലത്തിൽ കൃഷ്ണന്റെ അമ്പലമുണ്ട്, രണ്ടും ഒരേ ലെവലിലാണ്, ഒരേ കെട്ടിടമാണ്, ഒരേ കൃഷ്ണനാണ് ഇരിക്കുന്നത്. ഇപ്പുറം ചെല്ലുമ്പം പറയും എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന വേഷം ധരിച്ചിട്ട് അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. അപ്പം അത് വേഷം ധരിച്ചിട്ട് അങ്ങോട്ട് പോകും. മറ്റേടുപ്പം പറയും ഒരു വേഷമില്ല, നിങ്ങൾക്ക് തോന്നുന്ന മാതിരി കാണാവ് വരും. രണ്ടും കൃഷ്ണനാണ്. ഇതെല്ലാം ആരുണ്ടാക്കി വെച്ചത്? ഈ പുരുഷാധിപത്യം. അവരവിടെ ഇരുന്ന് ഓരോരുക്കും ഓരോന്നും തോന്നും. പക്ഷെ ഇവർക്കതൊന്നുമില്ല. ഇവർക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഈശ്വരൻ എന്നൊരു സങ്കല്പമുണ്ട്. അതവരുടെ ഗാഠമാണ്. അവർക്കതിന് രൂപവും ഭാവവും ഇന്ന വേണമെന്നൊന്നുമില്ല. ഈശ്വരനായാൽ മതി. അപ്പൊ അതിന് രൂപവും ഭാവവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് അവരുടെ മനസ്സെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൃഷ്ണൻ വന്നു എന്ന് കേട്ടപ്പോൾ ഓരടി. അതുകൊണ്ടാണ് അവർക്ക് ചില പാളിച്ചയുണ്ട്. ആ പാളിച്ചയുള്ളവരാണ് ചിലവർ ഭക്തന്മാരായിട്ട് ഇവന്മാർ പറ്റിക്കുന്നത്, സ്ത്രീകളെ. അവിടെ ഒരു നല്ല സിദ്ധൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചാടിച്ചില്ലും സിദ്ധനാണോ കള്ളനാണോ ഒന്നും നോക്കൂല. എന്നിട്ടാണ് അവരെ മണ്ടത്തരത്തിൽ ഒരാളെ പറ്റിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ അവർക്കൊരു വിശ്വാസം സിദ്ധനിലല്ല, ഈശ്വരൻ എന്നൊരു സങ്കല്പം അവിടെ ഉണ്ടെന്ന് കേട്ടാൽ അവിടെ പോകും. അത് പിന്നെ ഏതായാലും വേണ്ടിയില്ല. പക്ഷെ അത് സത്യവുമാണ്. ആ സിദ്ധൻ ഈശ്വരനല്ലേ എന്ന് ചോദിച്ചാൽ ആ സിദ്ധൻ ഈശ്വരനാണ്. കാരണം എല്ലാം ശ്രീഹരിയാണ്. പിന്നെന്താ കുഴപ്പം? അതല്ലേ നാരായണ ഗുരുസ്വാമി കല്ലും എടുത്തു കൊടുത്ത് കണ്ണാടിയും എടുത്തു കൊടുത്ത് വിശ്വാസമുള്ള ആൾക്കാർ പോയിട്ട് ആ കല്ലാണ് ആ ഈശ്വരൻ, കണ്ണാടിയാണെങ്കിൽ കണ്ണാടി ഈശ്വരൻ. അപ്പൊ അതാണ് യഥാർത്ഥ വിശ്വാസം. ഇപ്പോൾ ഡിങ്കന യുക്തിവാദികള് അമ്പലങ്ങളിൽ ഉണ്ടാക്കി നടക്കുന്നുണ്ട്. അത് ഈശ്വരൻ തന്നെയാണ്. വേദം പറയുന്ന ഈശ്വരൻ ആ ഡിങ്കൻ തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ആ ഡിങ്കനെ ആരാധിച്ചു കഴിഞ്ഞാലും മതി, അത് ഈശ്വരനാണ്. കാരണം അതാണ് ആ നിലയിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ കഴിക്കണം. ആ ലെവലിലേക്ക് കണ്ടു. അതുകൊണ്ട് അവർക്ക് ജാതി മതമൊന്നുമില്ല. അവർ കേട്ടപാട് എന്താ ചെയ്ത് 19-20 നാനാരസങ്ങളോടുകൂടിയ ഭക്ഷണങ്ങൾ വെവ്വേറെ പാത്രങ്ങളിലാക്കി ഭർത്താവും സഹോദരൻ ബന്ധുക്കളും എല്ലാം എതിർത്തിട്ടിട്ടും അതൊന്നും കേൾക്കാതെ അവരെല്ലാം തടഞ്ഞു. അതൊന്നും കേൾക്കാതെ അവർ നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് പോയി. കൃഷ്ണന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരെ രൂപത്തിലാണ് കൃഷ്ണൻ ഇരിക്കുന്നത്? പശുക്കളെ മേയ്ക്കുന്ന വൈശ്യന്റെ രൂപത്തിൽ. പശുക്കളെ മേയ്ക്കുന്ന അവരുടെ ജോലി എന്താണ്? വൈശ്യം, ബ്രാഹ്മണ രൂപത്തിലാണ്. വലിയ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ളവർക്ക് അവർക്കവിടെ ജാതി ഒന്നും തോന്നിയില്ല. നേരെ ഒന്ന് ജനിച്ചൊന്നും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭാഗവതം കൈകാര്യം ചെയ്യണം. അതിലൂടെ വേദവ്യാസം വലിയ വലിയ ആശയങ്ങളാണ് നമ്മളെ മുന്നിൽ ഇട്ട് വരുന്നത്. അതിന് ഇരുന്ന് ചിന്തിക്കണം ഓരോരിക്കും എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കൃഷ്ണനായി മാറുകയാണ്. നമ്മൾ കൃഷ്ണനല്ല, കൃഷ്ണൻ ഇവിടെ ചെറുത് ശ്രീഹരിയായിട്ട് മാറുകയാണ്. ശ്രീഹരിയല്ല, അതിൻ്റെ അപ്പുറം ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം. 21 അശോകവൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഗോപന്മാരോടൊപ്പം ഇരിക്കുന്ന കൃഷ്ണനെ അവർ കണ്ടു. ബ്രാഹ്മണ സ്ത്രീകൾ കണ്ടു. ബ്രാഹ്മണ സ്ത്രീകൾ കണ്ടു എന്നാണ് പറഞ്ഞത്. കൃഷ്ണനെ ആരോടൊപ്പം ഇരിക്കുന്ന? ഗോപന്മാരോടൊപ്പം. ഗോപന്മാരെ തൊട്ടുകൂടാൻ പറ്റുന്നവരാണോ? പശുക്കളെ മേയ്ക്കുന്ന ആരുടെ ജോലിയാണ്? ഈ വേദവ്യാസം തന്നെ ആരാണ്? 30 സ്ത്രീകൾ ഉണ്ടായതാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഇതിലൂടെയാണ് ചില ആശയങ്ങളാണ് പറഞ്ഞു തരുന്നത്. സ്ത്രീകൾ കണ്ടു. പിന്നെ 22 ശ്യാമളവർണ്ണം, തങ്ക പൊട്ടെല്ലാം ചാർത്തിയിട്ടുണ്ട്, വനമാലയുണ്ട്, പീലി, അതെല്ലാം പിന്നെ അങ്ങനെ
കൂടെ അതെല്ലാം നമുക്കറിയാലോ, ബൈഹാട്ടാണ്. തലയിൽ കൃഷ്ണന്റെ രൂപമുണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൂടെ നടക്കുന്നവന്റെ തോളിൽ കൈയിട്ട്. ആര്? ഗോപാലകരുടെ തോളിൽ കൈയിട്ടിട്ടാണ് കൃഷ്ണൻ നടക്കുന്നത്. ഇതെല്ലാം ചുമ്മാ പറഞ്ഞല്ല, ചിന്തിക്കണം. ഗോക്കളെ മേയ്ക്കുന്നവരാണ്, സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരാണ് ഗോക്കളെ മേയ്ക്കുന്നവരാണ്. അവരുടെ കയ്യിൽ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. മന്ദഹാസത്തോടെ നിൽക്കുന്ന കൃഷ്ണനെ അവർ ദർശിച്ചു. ഇനി 23 അനേക തവണ കേട്ട കൃഷ്ണന്മാരുടെ മാഹാത്മ്യം കർണങ്ങളാൽ പണ്ട് കേട്ട കൃഷ്ണന്മാരുടെ മാഹാത്മ്യം. കൃഷ്ണനെ പറ്റി കുറെ കഥകളെല്ലാം ഇവർ കേട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം ചെവിട്ടിലൂട്ട പ്രവേശിച്ചിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? ഹൃദയത്തിൽ ആവേശിക്കപ്പെട്ട അവർ ദർശനാനന്തരം കണ്ടപ്പോൾ, കൃഷ്ണനെ കണ്ടപ്പോൾ, അപ്പം പലപ്പോഴും കഥകൾ ചെവിട്ടിലൂട്ട് കേട്ടിട്ട് ഹൃദയത്തിൽ പിടിച്ചിരിക്കുന്ന അവർ, എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ തന്നെയാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ ബ്രാഹ്മണ പത്നിമാരെ മാത്രം ചിന്തിക്കേണ്ട. ഈ സമൂഹത്തിലെ എല്ലാ മതത്തിലുള്ള സ്ത്രീകളുടെയും അവസ്ഥയാണ് ഈ പറയുന്നത്. അവരിവിടുന്ന് എന്തെല്ലോ കേട്ടിട്ട് ഒരു ഈശ്വര സങ്കല്പത്തിൽ ഉള്ളിലെടുത്തിട്ട് പിന്നെ അതിലേക്കങ്ങ് മുഴുകി നടക്കുകയാണ്. എല്ലാ മതങ്ങളിലും ഈ ഈശ്വരൻ എന്നുള്ള പേര് ഓരോ ആൾക്കാരും ഓരോ തരത്തിൽ പറയുന്നതേ ഉള്ളൂ. കൃഷ്ണൻ, മറ്റവർ യഹോവ എന്ന് പറയും, മറ്റേത് അള്ളാഹ് എന്ന് പറയും, എന്തോ പറയും. അവരെല്ലാം എന്തോ ഒരു വിശ്വാസത്തിലാണ് ഉള്ളിൽ കൊണ്ട് കിടക്കുന്നത്. അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല. എന്തെല്ലോ ചെറിയ അവിടെ പറഞ്ഞു കേട്ടതുണ്ട്. അത് വെച്ചിട്ട് ഒരു ഈശ്വരനുണ്ട് നാം സങ്കല്പിച്ചിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്ത്? ആ കണ്ടപ്പോൾ കണ്ണിന്റെ ഇടയിലൂടെ ആ കൃഷ്ണനെ മുഴുവൻ അങ്ങോട്ടേക്ക് എടുത്തു എന്ന് പറയാണ്. ആശ്ലേഷം ചെയ്തു. ഞാനെന്നും എന്റേതെന്നുമുള്ള അന്ധകരണങ്ങളെ സുഷുപ്തിയിൽ സാക്ഷിയാൽ ഞാനെന്നും എന്റേതെന്നുമുള്ള ചിന്ത ഇല്ലാതാക്കി. ഏത് ലെവലിലേക്ക് ഉയർന്നു? അതുകൊണ്ടാണ് എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കാൻ അവർ ആ അവസ്ഥയിലേക്ക് എത്തി. അത് ആർക്കേ എത്താൻ പറ്റുള്ളൂ? സ്ത്രീകൾക്കേ എത്താൻ പറ്റില്ല. അല്ലാതെ ഈ ജ്ഞാനത്തെ പ്രാപിച്ച് ലൗകിക സന്താപത്തെ പരിഹരിക്കൂ. ലൗകികപരമായ ഭൗതികപരമായ സന്താപങ്ങളെല്ലാം ആ ഞാൻ എൻ്റേത് എന്ന ചിന്ത ഒഴിവാക്കിയതോടുകൂടി തന്നെ അവരിൽ നിന്നും അപ്രത്യക്ഷമായി. 24 എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ അവർ തന്നെ കാണുവാനുള്ള ആഗ്രഹം മൂലം വന്നവരാണെന്നറിഞ്ഞ് കൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്, അല്ലാതെ അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ്. കാരണം ബാക്കിയെല്ലാം സുഭിക്ഷമായിട്ട് അവിടെയുണ്ട്. നല്ല വസ്ത്രങ്ങളെല്ലാം അരിഞ്ഞിട്ട് അങ്ങനെ ഷോക്കേസിൽ വെച്ച മാതിരി ഇരിക്കുകയാണ് അവിടെ. അപ്പം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരോട് പറഞ്ഞു 26 പ്രാണൻ, ബുദ്ധി, മനസ്സ്, ബന്ധുക്കൾ, ശരീരം, ഭാര്യ, മക്കൾ, സ്വത്ത് എന്നിവയുമായ ആത്മാവിനുള്ള ബന്ധം നിമിത്തം ഇഷ്ടമായി തീരുന്നു. നമുക്ക് ഭാര്യ, ഭർത്താവ്, മറ്റേത് വസ്തു, സ്വത്ത്, ഇതിനെല്ലാം ആരുമായിട്ടാണ് ബന്ധം? നമ്മുടെ ആത്മാവിന് അവയായിട്ട് ഇഷ്ടമായി തീരുമ്പോൾ അത് നമുക്ക് ഇഷ്ടമായി തീരുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് ഒരാളെ കാണുമ്പോൾ കൊള്ളാം, ഇവൻ എൻ്റെ നല്ല ആളാണെന്ന് നോക്കുമ്പോൾ അവൻ ഫ്രണ്ടായി മാറും. ആ ആത്മാവ് അവൻ ശരിയല്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവൻ ശരിയല്ല എന്ന് തോന്നുമ്പോൾ അതും
ശത്രുവായി മാറും. അപ്പൊ ഇതെല്ലാം ഏതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാം നല്ലതായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനേക്കാൾ മറ്റെന്താണ് വലുതായിട്ടുള്ളത്? അപ്പൊ ഏറ്റവും വലുതേതാണ്? ആത്മാവാണ്. അല്ലാതെ വസ്തു, സ്വർണവും ഇതൊന്നുമല്ല, ഭാര്യ, ഭർത്താവ്, മക്കള് ഇതൊന്നുമല്ല. അതെല്ലാം ആത്മാവിന് തോന്നിയാൽ അവർ നല്ലത്, അല്ലെങ്കിൽ മോശം, അതെൻ്റേത്. ഇതെല്ലാം ആത്മാവിൻ്റെ തൃപ്തിക്കാണ്. അപ്പൊ ആത്മാവാണ് ഏറ്റവും വലുത്. ആകയാൽ യാഗശാലയിലേക്ക് പോവുക. ബ്രാഹ്മണരും മറ്റുമായ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് കൂടി യാഗത്തെ മുഴുമിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ യാഗശാലയിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ബ്രാഹ്മണർ വലിയ യാഗം നടത്തുന്നുണ്ട്. ലോകം നന്നാക്കാൻ വേണ്ടിയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി വലിയ യജ്ഞങ്ങൾ പങ്കെടുക്കുകയാണ്. നിങ്ങളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ യജ്ഞം പൂർത്തീകരിക്കുക. അപ്പൊ നിങ്ങളുടെ ധർമ്മം എന്താണ്? ആ യജ്ഞം പൂർത്തീകരിക്കുകയാണ് ഭർത്താവോട് ചേർന്നുകൊണ്ട്. അല്ലാതെ ഇവിടെ വന്നിട്ട് എൻ്റെ ഇവിടെ കുറ്റിയടിച്ചിരിക്കാനല്ല വേണ്ടത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ശക്തിയാണ്. ആ ശക്തി ലോകത്തെ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിച്ച ഒരു സുന്ദരമായ ലോകം. ആ ജ്ഞാനം കൊടുത്തിട്ടുണ്ട് ബ്രാഹ്മണർക്ക്. അവർ ആ ബുദ്ധിപരമായി യജ്ഞങ്ങൾ ചെയ്യുകയാണ്. അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ദ്വയമായിട്ടാണ് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കൂടി ആ യജ്ഞം പൂർത്തീകരിക്കുക. അതുകൊണ്ട് വീട്ടിലേക്ക് പോകും. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെ ഒരു പരിപാടിയില്ല. ഇങ്ങേര് തന്നെ നിർഗുണമാണ്, ഒരു ഗുണവും ഇല്ലാതെ ഇരിക്കുകയാണ്. രൂപവുമില്ല, ഭാവം. ഇവിടെ കഥയിൽ രൂപം കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഇപ്പൊ കഥ, കുട്ടികൾക്കുള്ള ഒരു കഥ, അഗ്നിയെ പറ്റി പറയണം. അപ്പൊ ലുട്ടാപ്പീനെ പോലെ അഗ്നീനെ ഒരു കുറെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കഥാരൂപത്തില് അഗ്നി ലുട്ടാപ്പി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഒരു രൂപമല്ല, കഥയിൽ രൂപം വേണം. അങ്ങനെ അവതരിപ്പിച്ചതാണ് കൃഷ്ണൻ. അല്ലാതെ കൃഷ്ണനെ നിങ്ങൾ ഈ ലെവലിൽ കണ്ടുകൊണ്ടത് അത് ശ്രീഹരി, രൂപവും ഭാവവും ഇല്ലാത്ത ഒരു ശക്തി. അപ്പൊ 29 വിപ്രഭക്തിമന്മാർ പത്നിമാർ പറയുകയാണ്, ഹേ പ്രഭു, ഇത്തരം പരുഷ വാക്കുകൾ പറയരുത്. ഇങ്ങനത്തെ പരുഷമായ നമ്മൾ വന്നിരിക്കുന്ന അങ്ങേ എല്ലാവരുടെയും ഇനിയുള്ളത് കൃഷ്ണന്റെ കൂടെ അങ്ങ് മനസ്സും അർപ്പിച്ചങ്ങ് നടക്കുകയാണ്. വീട്ടുകാരിയൊന്നും ചിന്തയൊന്നുമില്ല. ഇപ്പോഴത്തെ സ്ത്രീകളുടെ അവസ്ഥ തന്നെയാണ് പറയുന്നത്. വീട്ടുകാര്യത്തിലൊന്നും ചിന്തയൊന്നുമില്ല. ഈശ്വരൻ അവിടെ എന്തോ ചെയ്യാൻ പറ്റും. ഈശ്വരൻ എന്തിനാ നമ്മളെ ഇത് എപ്പോഴും ഈശ്വരന്റെ പരിപാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിലെ കാര്യമുള്ളൂ. ഇന്ന് അമ്പലത്തിൽ പോകണം, ഇന്നൊരു രാവിലെ, ഇന്നതാണ് എന്തെന്ന് അമാവാസി പൗർണമിയാണ്, ഇന്നാണ് പോയേ പറ്റും, ഇന്ന് വീട്ടിൽ വെച്ചിട്ടില്ലെങ്കിൽ വേണ്ട. നിങ്ങളെല്ലാം വീട്ടിൽ പുറത്തുനിന്ന് നിന്നെയോ അല്ലെങ്കിൽ ഒരു നേരം കഴിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതാ പോകുന്നതെന്ന് പറഞ്ഞൊരൊറ്റ പോക്കാണ്. ആരുടെ? കൃഷ്ണന്റെ അടുത്ത്. വേറെ എവിടെയൊന്നല്ല. ഒരു പേരും പറഞ്ഞിട്ട് പോകുന്ന ഈ ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പൊ വ്യക്തപരം. അതുകൊണ്ട് ഹേ പ്രഭു, ഇത്തരം ഭഗവാൻ പറഞ്ഞാൽ പോയി ഭർത്താക്കന്മാരോടൊപ്പം നിന്നിട്ട് യജ്ഞം ചെയ്യൂ, എന്നിട്ട് കർമ്മം പൂർത്തീകരിക്കൂ. ഹേ പ്രഭു, ഇത്തരം പരുഷ വാക്കുകൾ പറയരുത്. കാരണം സർവബന്ധുക്കളെയും തള്ളിക്കളഞ്ഞ് തൃപ്പാദത്തിൽ ചവിട്ടി നിൽക്കപ്പെട്ട തുളസിമാലയെ വീണ്ടും മുടിയിൽ ചൂടുവാൻ നിർബന്ധിക്കരുത്. ഞങ്ങൾ ഭഗവാന്റെ പാദത്തെ ശരണം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് സ്വന്തം വേദവാക്യത്തെ സത്യമാക്കിയാൽ, അതായത് ഭഗവാൻ ചവിട്ടിക്കളഞ്ഞ പൂമാല പിന്നെ എടുത്ത് തലയിൽ വെക്കുന്ന എന്തിനാണ്? ചവിട്ടിക്കളഞ്ഞത് ആവശ്യങ്ങൾ. ഇപ്പം പൂജിച്ച ഒരു സാധനം പിന്നെ എടുത്ത് തലയിൽ വെക്കുന്നതിൽ വല്ല കാര്യവും. അതുപോലെയാണ് നമ്മൾ ഭർത്താക്കന്മാരെയും കുടുംബത്തെയും എല്ലാം തള്ളി പറഞ്ഞിരിക്കുകയാണ്. വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? എല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി അടക്കം കഴിച്ച് കളഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണം വേണം. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. അവിടെ പോയാൽ പിന്നെ തിരിച്ച്
വരവില്ല എന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ആ വേദവാക്യെല്ലാം കേട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാം എടുത്ത് പിടിച്ചു വെക്കും. എല്ലാം ഒന്നും അറിയുന്നില്ല, ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം എവിടെയെങ്കിലും എടുത്ത് പ്രയോഗിക്കേണ്ട ചിലതെല്ലാം എടുത്ത് കൈമല് വെക്കും. എന്നിട്ട് പറയുകയാണ്. അതുകൊണ്ട് വേദവാക്യം അങ്ങ് ശരിയാക്കിയാലും, കാരണം എന്ത്, നമ്മളെല്ലാം ഭർത്താവിനെ എല്ലാം കളഞ്ഞിട്ട് ഇതാ വന്നിരിക്കുന്നു. ഇനി ഇവിടെ തന്നെ അങ്ങ് പാദത്തിൽ കേൾക്കാമാണ്. ഇനി തിരിച്ചു പോകുന്ന വേദവാക്യത്തിനെതിരാണ്. ഈശ്വരനിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പാടില്ല. എല്ലാം കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ 30 പറയാം, ഞങ്ങളെ ഭർത്താക്കന്മാരും അച്ഛന്മാരും മക്കളോ ബന്ധുക്കളോ ആരും തന്നെ കൈക്കൊള്ളുകയില്ല. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ കൈക്കൊള്ളൂല്ല. ഭഗവാന്റെ പാദങ്ങളിൽ വന്നു കയറുന്ന ഞങ്ങൾക്ക് വേറെ ഒരു ഗതിയുമില്ല. നമ്മളെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നത്. ഇനി വേറെ ഗതിയൊന്നുമില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ തിരിച്ചു നോക്കാൻ പോകുന്നില്ല. ഉണ്ടാവുകയും അരുത്. വേറൊരു മാർഗം ഉണ്ടാകാനും പാടില്ല. ഇവർക്കിനി അങ്ങോട്ട് പോകണ്ട. അതിനാൽ നിൻ തിരുവടിയുടെ ദാസ്യവൃത്തി അംഗീകരിച്ചു തന്നാലും നമ്മൾ നിൻ തിരുവടിയുടെ ദാസിയായിട്ട് ഇവിടെ ഇങ്ങനെ കൂടിക്കൊള്ളാം. ഇനി 31 ശ്രീ ഭഗവാൻ പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ഭർത്താക്കന്മാരും പുത്രന്മാരും ലോകത്തന്നെയും നിങ്ങളെ തെറ്റുകാരായി കാണുകയില്ല. ദേവന്മാർ പോലും അത് സമ്മതിക്കും. എല്ലാവരും നിങ്ങൾ അംഗീകരിക്കും. അങ്ങനെ നിങ്ങൾ അംഗീകരിക്കാതെ ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ അടുത്തല്ലേ വന്നിരിക്കുന്നത്, ഈശ്വരൻ്റെ അടുത്ത് വന്നില്ല. അതുകൊണ്ടല്ലേ രാവിലെ ഭക്ഷണമൊന്നും വെക്കാതെ നേരെ ഈശ്വരൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആരും പേടിക്കില്ല, ഒന്നും മിണ്ടില്ല. കാരണം പേടിയാണ്. ഈശ്വരൻ്റെ അടുത്ത് പോയാൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാൽ പിന്നെ ഈശ്വരനല്ലേ തിരിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പഠിക്കണ്ട. നിങ്ങൾ നേരെ ധൈര്യത്തിൽ വീട്ടിൽ പോയിക്കും. എന്നിട്ട് 32 പറയുകയാണ്, എൻ്റെ ശരീര സ്പർശത്താൽ മാത്രമേ മനുഷ്യർക്ക് സുഖം ജനിക്കുകയും സ്നേഹം വളരുകയും ഉള്ളൂ എന്നില്ല. എൻ്റെ ശരീരസ്പർശമൊന്നും വേണമെന്നില്ല. അതുപോലെ മനുഷ്യർക്ക് സുഖം ജനിക്കുന്നതിനും സ്നേഹം വളരുന്നതിനും ഇതെല്ലാം ആവശ്യമുണ്ട്. എന്നെ തന്നെ സേവിച്ചാടിയിരിക്കണം എന്നുള്ള അർത്ഥമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ ധ്യാനിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്? അതിനാൽ എന്നിൽ മനസ്സ് ചേർത്തുകൊണ്ട് കാലതാമസം കൂടാതെ എന്നെ നിങ്ങൾ മനസ്സിൽ ചേർത്തുകൊണ്ട് കർമ്മം ചെയ്യുക. കാലതാമസം കൂടാതെ നിങ്ങൾ എന്താകും? എന്നെ പ്രാപിക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ദൈവത്തിന് എന്തെങ്കിലും എടുത്ത് കൊടുത്തിട്ട് ആ ദൈവത്തിൻ്റെ സാധനം എടുത്ത് ഈശ്വരൻ്റെ സാധനം, ദൈവമല്ല ഈശ്വരൻ്റെ സാധനം എടുത്തിട്ട് ഈശ്വരനെ തന്നെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ യജ്ഞം ചെയ്യുക. എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് പറ്റും? നിങ്ങൾ കാലക്രമേണ എന്നിൽ തന്നെ വന്നു ചേരും. അപ്പോൾ മനുഷ്യർ ചെയ്ത എന്താണ്? എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഈശ്വരനൊരു സുന്ദരമായ ലോകം, കൃതൈവം ത്രേതായുഗം ദ്വാപരയും കൊളോണലിസം, ഗോത്ര കാലഘട്ടം, കൊളോണലിസം, ഇപ്പോഴത്തെ കമ്മ്യൂണിസം മുതലാളിത്ത എല്ലാ കാലഘട്ടം, അതിലൂടെ സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കിയെടുക്കണം. എല്ലാ ശാസ്ത്രത്തിലൂടെയും പുരോഗമിച്ച ഒരു ലോകം. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം അതിനു വേണ്ടി പ്രവർത്തിക്കാനാണ് എല്ലാവരെയും സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പം ചെയ്യേണ്ട ജോലി എന്താണ്? ആ സൃഷ്ടിയിൽ പങ്കെടുക്കുക. അതാണ് അതിന് തൃപ്തി. ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. അത് നിശ്ചയിച്ച കർമ്മം ചെയ്തു കൊടുക്കുക. അതിൽ കൂടുതലായി ചിലപ്പം ശരി വിജയിക്കും, ചിലപ്പം പരാജയപ്പം. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതുപോലെ നമ്മളൊരാളെ ജോലിക്ക് വിളിച്ച് കിടക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചെന്ന് വെച്ചാൽ, പുറത്തുനിന്നെല്ലാം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ വിളിച്ചു വരുത്തിട്ട് അവനവിടെ ഇരുന്നിട്ട്, സാറ്
സാറെത്ര ഭാഗ്യവാനാണ്, സാറെത്ര സുന്ദരനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് സാറിനെ പോലെ ഞാൻ ഈ പലയിടത്തും ജോലിക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ അടുത്ത് ഇരുന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്താ പറയുക, ഒന്ന് വായി കൂട്ട് പോയി ഒന്ന് ജോലി ചെയ്യും എന്നല്ലേ പറയുള്ളൂ. അല്ലാതെ എന്നെ പോർത്തിക്കൊണ്ട് എന്നാ നീ ഇരുന്ന് പരത്തി ഇന്നത്തെ ശമ്പളം തരാന്ന് നമ്മൾ ചിന്തിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോയി ജോലി ചെയ്യണം, പിറ്റേ ദിവസം അവനെ വിളിക്കൂല്ല. കാരണം ഇവര് സോപ്പടിയ പരിപാടി ഇത് തന്നെയാണ് നമ്മൾ ഈശ്വരൻ്റെ നേരെ ചെയ്യുന്നത്. സോപ്പടിക്കുക ദിവസവും, രാവിലെയും വൈകുന്നേരവും പോയി രാത്രി വിളക്ക് വീട്ടിൻ്റെ അകത്ത് വിളക്ക് കത്തിക്കല്, രാവിലെ അമ്പലത്തിൽ പോയി തോന്നും, വൈകുന്നേരവും തോഴും വീട്ടിൻ്റെ അകത്ത്, ഇതെല്ലാം പരിപാടി. പിന്നെ ചെയ്യേണ്ട കാര്യമൊന്നും മര്യാദയ്ക്ക് ചെയ്യില്ല. അതൊന്നും അല്ല വേണ്ടത്. സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ട്, ആ കർമ്മം ചെയ്തു കൊടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്, എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട്. അതായത് ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ്? അത് സൃഷ്ടിച്ചത് എന്നെ ഈ കർമ്മം ചെയ്തു കൊടുക്കാൻ, ഇതാ ഞാൻ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഭാര്യയ്ക്കൊരു ധർമ്മമുണ്ട്, ഭർത്താവിനൊരു ധർമ്മമുണ്ട്, മക്കൾക്കൊരു ധർമ്മമുണ്ട്. അവരുടെ എല്ലാം ധർമ്മം ആർക്ക് വേണ്ടിയാണ്? ശ്രീഹരിക്ക് വേണ്ടിയാണ്. അല്ലാതെ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടൊന്നുമല്ല, ശ്രീഹരിക്ക് വേണ്ടി. എന്നിട്ടോ അപ്പോൾ നിങ്ങൾ എന്താ കാലതാമസം കൊണ്ട് നിങ്ങൾ എന്നെ തന്നെയാണ് പ്രാപിക്കുക, വേറെ ഒരു സംശയവും വേണ്ട. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 33 ശ്രീസുഖൻ ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ബ്രാഹ്മണ പത്നിമാർ യാഗശാലയിലേക്ക് പോയി. ഇത് കേട്ടപ്പോൾ അവർ നേരെ തിരിച്ച് യാഗശാലയിലേക്ക് പോയി. ആ ബ്രാഹ്മണർ അവരെ ദോഷമൊന്നും കാണാതെ അവരെന്ത് ചെയ്തു? ഇവരെല്ലാം യാഗം ചെയ്ത് അവരുടെ യാഗം പൂർത്തീകരിച്ചു. എന്തിനാണോ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ യാഗം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ചൂള കത്തിച്ചിട്ട് അടുപ്പ്, ചൂള എന്ന് പറയുന്നതിൻ്റെ തന്നെ അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യുക എന്നേ ഉള്ളൂ. എല്ലാ യജ്ഞങ്ങളും ചോറ് വെക്കണ്ടിക്കോ അഗ്നി ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനെല്ലാം തെറ്റിദ്ധരിച്ചിട്ട് അഗ്നീനെ മറ്റേ കല്ലും കെട്ടിയിട്ട് ആക്കിയിട്ടുള്ള തരത്തിലൊന്നും ചിന്തിച്ചു പോകരുത്. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്യണം, അതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. അത് പൂർത്തീകരിച്ചു കൊടുക്കുക. അതിന് അഗ്നി ആവശ്യമുണ്ട്, ജലം ആവശ്യമുണ്ട്, എല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. എന്നാൽ യാഗശാലയിൽ ഭർത്താക്കന്മാരാൽ തടയപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഭർത്താവിനെ അയാൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പം അങ്ങനത്തെ കക്ഷികളും കാണും. പ്രാരബ്ധത്തോട് ചേർന്നുള്ളതായ ദേഹത്തെ അവൾ എന്ത് ചെയ്തു? അവൾ അവിടെ വെച്ച് അവന് ദേഹം തന്നെ വെടിഞ്ഞു. ഇനി 35 കൃഷ്ണൻ ആ കൊണ്ടുവന്ന ഭക്ഷണം ഗോപന്മാർക്ക് കൊടുത്ത ശേഷം ഭക്ഷിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു? എല്ലാവർക്കും കൊടുത്തിട്ട് ഭക്ഷിച്ചു. ഇപ്രകാരം 36 ഇപ്രകാരം ലീലകൾ കാട്ടിക്കൊണ്ട് ഗോപന്മാരെയും ഗോക്കളെയും ഗോപികമാരെയും രമിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും രമിച്ചു. എല്ലാവരെയും രമിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും സന്തോഷിച്ചു. കാരണം എല്ലാവരും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്തോഷിക്കുക. എല്ലാവരും ആരും തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണ്. അപ്പം കൃഷ്ണൻ സന്തോഷിച്ചാൽ അല്ലെ, എല്ലാ ജനവും സന്തോഷിച്ചാൽ കൃഷ്ണൻ സന്തോഷിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യരെ അനുകരിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരന്മാരുടെ യാചനയെ തള്ളിക്കളഞ്ഞു എന്ന കാരണത്താൽ നാം അപരാധം ചെയ്തവരായി എന്ന് ചിന്തിച്ചു ബ്രാഹ്മണർ പിന്നീട് പശ്ചാത്തപിച്ചു. മനുഷ്യരായി അവതരിച്ചവരെയെല്ലാം മനുഷ്യരായി അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരനെ, കഥയിലാണ് കൃഷ്ണൻ, യഥാർത്ഥ ജീവിതത്തിൽ ഈ കാണുന്ന മനുഷ്യരെല്ലാം തന്നെ കൃഷ്ണന്മാരാണ്. മനുഷ്യരായി അവതരിച്ച കൃഷ്ണനാണ്. കഥയിൽ കൃഷ്ണൻ സെപ്പറേറ്റ് കാണിക്കുമെങ്കിലും യഥാർത്ഥ അതിൻ്റെ ആശയം എന്താണ്? മനുഷ്യരെ അനുകരിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരന്മാരുടെ യാചനയെ തള്ളിക്കളഞ്ഞു എന്ന കാരണത്താൽ, അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും യാചന ഒരുപോലെ സ്വീകരിക്കണം.
നാം അപരാജം ചെയ്തവരായി ചിന്തിച്ച ബ്രാഹ്മണർ പിന്നീട് പശ്ചാത്തപിച്ചു. 38. ഷഡ്ഗുണസമ്പന്നനായ ശ്രീകൃഷ്ണനിൽ സ്ത്രീകൾക്കുണ്ടായ അസാധാരണമായ ഭക്തിയെയും ആ ഭക്തിയില്ലാതെ തങ്ങളെയും കണ്ട് പശ്ചാത്തപിച്ച് സ്വയം നിന്ദിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ പത്നിമാര് വേദവും പഠിച്ചിട്ടില്ല, ഒരു ചുക്കും പഠിച്ചിട്ടില്ല, ശാസ്ത്രജ്ഞാനമൊന്നുമില്ല. പക്ഷേ അവര് കൃഷ്ണന്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് പോന്നു. നമ്മൾ നിന്ദിക്കുകയും ചെയ്തു. പിന്നെ 39 പറയുകയാണ്, നമ്മുടെ പിറവി കൊണ്ടും പിറവിയെടുത്ത ഗുണം നഷ്ടപ്പെട്ടു. ബ്രാഹ്മണനായിട്ട് പിറവിയെടുത്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതായി. ഉപനയന സംസ്കാരം കൊണ്ടും, ഉപനയന സംസ്കാരം എന്ന് പറഞ്ഞാൽ വിദ്യ നേടി, എന്ത് വിദ്യ നേടിയിട്ടും ഈ തത്വം മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പിച്ചക്കാരനെന്ന് പോലും, ഏതോ താഴെയുള്ള ആള് തന്നെ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാതെ, ഒരു ആർത്തവമുള്ള സ്ത്രീയാണെങ്കിൽ അതും ഈശ്വരനാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഉപനയനം കൊണ്ട് നേടിയതെല്ലാം, പിന്നെയോ യജ്ഞദീക്ഷ കൊണ്ടുണ്ടായ 3 വിധം ജന്മവും, ഈ എല്ലാ ജന്മവും വേദവും പാഴായി. വേദം പഠിക്കുന്നതും വേദം പഠിച്ചിട്ട് നേടിയ ജ്ഞാനവും എല്ലാം പാഴായി. ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബ്രഹ്മചര്യാവൃത്തിയും പാഴായി. അറിവുള്ളവരെന്ന ആ നിലയും വലിയ അറിവുള്ളവനാണെന്നുള്ള ചിന്തയും പാഴായി. വംശമഹത്വവും പാഴായി. വൈദിക കർമാനുഷ്ഠാനങ്ങളും പാഴായി. എല്ലാം ഇതുവരെ കാട്ടിക്കൂട്ടിയതെല്ലാം പാഴായി. കാരണം ഭഗവാനിൽ അശ്രദ്ധ കാട്ടി. എന്താണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിച്ചില്ല. ആ ഈശ്വരനാണ് ഈ നാട്ടിൽ നമ്മൾ കാണുന്ന സർവവും. അതിന് ഭേദഭാവം കാണുന്നതാണ് നമ്മുടെ അജ്ഞാനം. ആ ഭേദഭാവം ആദ്യം എടുത്ത് ദൂരെ കളയണം. ആ ഇല്ലാത്ത അവസ്ഥ, ഭേദഭാവം ഇല്ലാത്ത അവസ്ഥ, അതാണ് ഈശ്വരൻ. അതിനെ മനസ്സിലാക്കാതെ വേദങ്ങളെ എത്ര നേരം ഉരുവിട്ടിട്ട് ഒരു കാര്യമില്ല. എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ഒരു കാര്യമില്ല. ഈ പ്രപഞ്ച രഹസ്യം എല്ലാം ആ ശക്തിയാണ്. നമ്മിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്, ഭേദഭാവം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം എത്ര വലിയ ചിന്തകനും ശാസ്ത്രജ്ഞനും ആയാലും അവൻ മൂഢൻ. ഭഗവാന്റെ മായ യോഗിമാർക്ക് പോലും മോഹം ജനിപ്പിക്കും. 40 പറയാണ്, ഈ മായയിൽപ്പെടുന്നവരാണ് യോഗിമാരടക്കം. അവരടക്കം മോഹം ജനിപ്പിക്കും. അവരിലും മോഹങ്ങൾ ഉണ്ടാക്കും മായ. അതിനെ മറികടക്കാൻ യോഗി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യരെ എല്ലാവരും ഒന്നായി കാണാൻ ശ്രമിക്കുക. അല്ല ഞാൻ യോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം ജനങ്ങളുടെ ആചാര്യന്മാരായിട്ടും ബ്രാഹ്മണരായിട്ടും തൻ കാര്യങ്ങളിൽ മോഹിച്ചു പോകുന്നു. വലിയ ആചാര്യനാണ്, വലിയ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാലും സ്വന്തം കാര്യത്തിൽ മോഹിച്ചു പോകുന്നു. ഞാൻ എൻ്റേത് എന്ന ചിന്തയിൽ പെട്ടുപോയ ഒരു രക്ഷയും. അത്ഭുതം. 41 സ്ത്രീകൾക്കുണ്ടായ ഭക്തിഭാവത്തെ നോക്കുക. സ്ത്രീകൾക്കൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അവർക്കങ്ങനെ ഭേദഭാവം കുറവാണ്. ഈശ്വരൻ എന്ന് കേട്ടാൽ മതി, അത് എവിടെയായാലും മതി. അവരുടെ ഈശ്വരനെ കാണും. ഒരു കള്ളൻ ഒരു നല്ല വേഷമെല്ലാം, സ്വാമീൻ്റെ വേഷമെല്ലാം കഴിച്ചിട്ട് സ്ത്രീകളെടുത്ത് അമ്മ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്തി എന്ന് ചേരും അവനോട്. കാരണം അവനിലും അവർ എന്താണ് കാണുന്നത്? ഈശ്വരനെയാണ് കാണുന്നത്. പുരുഷൻ സംശയദൃഷ്ടിയോടെ കള്ളനെ കാണുമ്പോൾ ഇവർ അതിലും ഈശ്വരനെ കാണുന്നു. അപ്പോൾ ഏതാണ് ശരിയായ ജ്ഞാനം നേടിയവർ? സ്ത്രീകൾ തന്നെയാണ്. അതിന് വലിയ അർത്ഥമുണ്ട്.
കുറച്ച് തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞാൽ മനസ്സിലാവും. അത് ഗൃഹമെന്ന കാലപാശത്തെ അറുത്ത് കളയും. അപ്പോൾ ഗൃഹം എന്ന കാലപാശത്തെ തന്നെ മുറിച്ച് കളയും. 42. സ്ത്രീകൾക്ക് ബ്രാഹ്മണോചിതമായ ഉപനയന സംസ്കാരമില്ല. അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല. വേദം ഉണ്ടാക്കാനല്ല പറയുന്നത്, ഉണ്ടാക്കി വെച്ചതല്ല. ഇവിടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് ബ്രാഹ്മണോചിതമായ ഉപനയന സംസ്കാരമൊന്നും ഇല്ല. വേദം പറയുന്നത് എന്താണ്? സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള സ്ത്രീകളടക്കമുള്ളവർ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അപ്പൊ ഈ സംസ്കാരം തന്നെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ബ്രാഹ്മണോചിതമായ ഉപനയന സംസ്കാരമില്ല, ബ്രഹ്മചാരികൾക്കുള്ള ഗുരുകുല വാസമില്ല. ഗുരുകുലവാസം എന്ന് അവർക്ക് പറഞ്ഞിട്ടില്ല. വാനപ്രസ്ഥക്കാരുടെ തപോനിഷ്ഠയില്ല, സന്യാസിമാരുടെ ആചാര്യമില്ല, ശുദ്ധിയില്ല, സ്ത്രീകൾക്ക് ശുദ്ധിയുമില്ല. ഗൃഹസ്ഥോധിതമായ അഗ്നിഹോത്രാദി ഇതുകളൊന്നും തന്നെയില്ല. എന്നിട്ട് പോലും 43 ഇവർക്കിതൊന്നുമില്ല, ശുദ്ധിയില്ല. നിങ്ങൾ പറയുന്ന നമുക്ക് ശുദ്ധിയില്ല എന്ന്. ഓ ശരി, ശുദ്ധിയില്ല. എന്നിട്ടും യോഗേശ്വരനായ ഈശ്വരനായ കൃഷ്ണങ്കൽ ഉറച്ച ഭക്തി അവർക്കുണ്ടായി. അപ്പൊ 23 പറയുകയാണ്, എന്നിട്ട് പോലും ഇവർക്ക് ഇതൊന്നുമില്ല, ശുദ്ധിയില്ല, ഒന്നുമില്ല. എന്നിട്ടും ഒരു ചടങ്ങുകളൊന്നും ഇവർക്കില്ല. എന്നിട്ടും യോഗേശ്വരന്മാരുടെ ഈശ്വരനായ ശ്രീകൃഷ്ണങ്കൽ ഉറച്ച ഭക്തി അവർക്കുണ്ടായി. സംസ്കാരാദികളെല്ലാം ഉള്ള നമുക്ക് ആ ഭക്തിയൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഭക്തിയൊന്നുമില്ല. ഇനി 44. കുടുംബ സംബന്ധമായ ആശയാൽ പ്രമത്തരും പുരുഷാർത്ഥങ്ങളാലുള്ള സമ്പാദനത്താൽ മൗഢ്യം ചേർന്നവരുമായ നമുക്ക് സത്തുക്കളിലും ശരണാഗതനായ ഭഗവാൻ ഗോപികമാരിലൂടെ അല്ലെങ്കിൽ ഇവരിലൂടെ ഈ സത്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചായിരിക്കാം. ഈ ഗോപന്മാരെ വിട്ടിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് അവർക്ക് തോന്നി ഇത് കൃഷ്ണൻ നമ്മളെ ഈ സത്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. മറ്റൊരു തരത്തിലെങ്കിൽ 45 പറയുകയാണ്, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ നമ്മിൽ നിന്നും എന്ത് നേടാനാണ്? മോക്ഷം നേടുന്ന ഭഗവാൻ, എല്ലാവർക്കും മോക്ഷം നൽകാൻ തയ്യാറാകുന്ന ഭഗവാൻ നമ്മിൽ നിന്ന് പിന്നെ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഭക്ഷണം യാചിച്ചത് ഒരു ലീല മാത്രമാണ്. ഈശ്വരൻ നമ്മളോട് ഭക്ഷണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലീലയാണ്. അല്ലാതെ ഈശ്വരൻ എന്തിനാണ് സാധനം? നമ്മിൽ നിന്ന് എന്ത് നേടാനാണ് ഈശ്വരൻ? ഇതാണ് ചോദ്യം. ഈശ്വരന് നമ്മളിൽ നിന്ന് ഒരു ചുക്കും ആവശ്യമില്ല. ഇവിടെ ഇതൊരു ലീലയായിട്ട് അവതരിപ്പിച്ചു. അല്ലാതെ ഭക്ഷണം കിട്ടിയിട്ട് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയതിന് കുറച്ച് മണം കുറവാണ്, അതുകൊണ്ട് ജ്യോതിഷം ദേവപ്രശ്നം നടത്തിയിട്ട് വരികയാണ്. ദൈവം ആകെ കോപിച്ച് കിടക്കുകയാണ്. ഇന്നത്തെ ഭക്ഷണത്തിന് കുറച്ച് മണം കുറവാണ്, നെയ്യിൻ്റെ മണം കുറച്ച് കുറഞ്ഞു തോന്നും. അതുകൊണ്ട് ഈശ്വരൻ കോപിച്ച് കിടക്കുകയാണ് അവിടെ. ഇനി ഇവിടെ കൊടുക്കാതെ കൃഷ്ണൻ എന്താണ് ചെയ്തത്? ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ ഗോപന്മാർ പോയിട്ട് അങ്ങനോട് ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചു. ഒന്നും ദേഷ്യമില്ല, ചിരിച്ചു. കാരണം ഇതിങ്ങനെ തന്നെയാണ്. കൃഷ്ണൻ അവരിൽ എന്തെങ്കിലും ആവശ്യമില്ല, പിന്നെ എന്തിനാണ് ദേഷ്യം പെടുത്തുന്നത്? കൃഷ്ണൻ ഒരിക്കലും ദേഷ്യം വരുമൊന്നുമില്ല, സത്വഗുണമാണ്. പക്ഷെ നമ്മുടെ ജ്യോത്സ്യന്മാർ ദേവപ്രശ്നം നടത്തിയിട്ട് പറയും കൃഷ്ണൻ ആകെ കോപിച്ച് അയ്യോ ഒരു രക്ഷയില്ലാതെ ഇരിക്കുകയാണ്. ശ്രീ മഹാബലലക്ഷ്മി തൻ്റെ ചഞ്ചലത്വാദി ദോഷങ്ങൾ പരിത്യജിച്ചിട്ടാണ്. ലക്ഷ്മി പോലും തൻ്റെ ചാബല്യങ്ങളെല്ലാം, പല ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുക സ്ത്രീകളാണെങ്കിൽ, ആ ദോഷങ്ങളെല്ലാം പരിഹരിച്ച്
മറ്റ് ദേവന്മാരെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, മഹാലക്ഷ്മിക്ക് വേറെ ദേവന്മാരെയൊന്നും ആവശ്യമില്ല, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് യാതൊരുവനെ വിടാതെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ യാചന മനുഷ്യരെ മോഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഭഗവാൻ എന്തെങ്കിലും യാചിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ മോഹിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മളിൽ മോഹിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കണം, ഒരു മോഹം ഉണ്ടാക്കിയിട്ട് ഇവന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏതോ ഒരു പയ്യന്മാരോടൊപ്പം നടക്കുന്ന ഗോപാലകന്മാരോടൊപ്പം നടക്കുന്നവർക്ക് അങ്ങനെ മോഹിപ്പിച്ചിട്ട് മോഹത്തിന് അടിമയാക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. ഇനി 47, 48. ദേശം, കാലം, യാഗങ്ങൾ, ത്രേതാഗ്നി, എല്ലാ ദേവതകൾ, യജ്ഞകർത്താവ് എല്ലാം അവൻ്റെ രൂപമാണ്. അവർക്ക് അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. ഈ കാണുന്നതെല്ലാം ആണായാലും പെണ്ണായാലും ആർത്തവമുള്ള സ്ത്രീ ആയാലും ആർത്തവമില്ലാത്ത സ്ത്രീ ആയാലും എല്ലാം അതിൻ്റെ രൂപമാണ്. അതിന് അങ്ങനെയുള്ള ചിന്തയേ ഉള്ളൂ. ആ മഹാശക്തി യദുകുലത്തിൽ ജനിച്ചത് കേട്ടിട്ടുണ്ട്. എങ്കിലും മൂഢന്മാരായ ഞങ്ങൾ അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇനി 49. ഭാഗ്യം, നമ്മൾ ധന്യരായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ധന്യരായി. എന്തുകൊണ്ട്? സ്ത്രീകളുടെ ഭക്തിയാൽ ശ്രീഹരിയിൽ ഇളക്കമില്ലാത്ത ബോധമുണ്ടായി. സ്ത്രീകളിലൂടെ, നമ്മുടെ ഭാര്യമാരിലൂടെ നമ്മൾ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവർ ഇതുവരെ അങ്ങ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവർ നമ്മുടെ പത്നിമാരാണല്ലോ. സ്ത്രീകളിലൂടെ നമ്മൾ ഇളക്കമില്ലാത്ത ബോധമുള്ളവരായി മാറിയിരിക്കുകയാണ്. ആ സ്ത്രീകളാകട്ടെ നമ്മുടെ പത്നിമാരാണ്. അതുകൊണ്ട് നമ്മൾ ധന്യന്മാരായിരിക്കുകയാണ്. ഇനി 50 പറയുകയാണ്, ആ ഭഗവാന്റെ മായയിൽ മതിമറന്ന ഞങ്ങൾ. ഇത് നമ്മളെ കുഴപ്പമൊന്നുമില്ല, അങ്ങ് മായ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങയുടെ മായയിൽ മതിമറന്ന ഞങ്ങൾ കർമ്മ മാർഗത്തിൽ ഭ്രമിച്ചുപോയി. കർമ്മം ചെയ്തിട്ട് ഇങ്ങനെ കർമ്മം ചെയ്യുന്നതിലും ഭ്രമിച്ചുപോയി. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. സ്വകീയ മായകയാൽ മോഹിക്കപ്പെട്ട അന്ധകരണത്തോടു കൂടിയ അറിയപ്പെടാതെ ഭഗവാന്റെ മഹിമയോടുകൂടിയ നമ്മുടെ അപരാധം ക്ഷമിച്ചാൽ. അതുകൊണ്ട് ഈ മായയിൽ അതൊക്കെ അങ്ങ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടേതായ സ്വഭാവം കൊണ്ടുണ്ടായ മായയാണ്. ആ മായയിലാണ് നമ്മൾ അകപ്പെട്ടിട്ട്, അങ്ങുണ്ടാക്കിയ മായയാണ്. ആ മായയിൽ അകപ്പെട്ട ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സ്വഭാവ വിശേഷമാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റിയില്ല, അങ്ങയെ മനസ്സിലാക്കാനൊന്നും നമുക്ക് ഈ മായയിൽ അകപ്പെട്ടതുകൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് അപരാധം ക്ഷമിക്കുക. 52 പറയാണ്, ശ്രീകൃഷ്ണനാൽ അപരാധം പ്രവർത്തിച്ച ആ ബ്രാഹ്മണർ ഈ വിധം തങ്ങൾ ചെയ്ത കുറ്റത്തെ അനുസ്മരിച്ച്, തങ്ങൾ ചെയ്ത കുറ്റത്തെ അനുസ്മരിച്ചു രാമകൃഷ്ണന്മാരെ കാണാൻ ആഗ്രഹമുള്ളവരായിരുന്നു. രാമകൃഷ്ണനെ പോയി കാണാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ കംസന്റെ ഭയം മൂലം ഇളകിയില്ല. ഇതാണ് ബ്രാഹ്മണർക്കുള്ള കുഴപ്പം. ചിന്തകരായ ബുദ്ധിയുള്ള ആൾക്കാര് ഭരണകർത്താക്കളെ, മുകളിലിരിക്കുന്ന കംസന്മാരെ അവർക്ക് ഭയങ്കര ഭയമാണ്. അവരെന്ത് വിചാരിക്കും? നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്ന ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ്. ഇതൊന്നും ബ്രാഹ്മണർക്ക് അറിയാതെ ഈ വേദങ്ങൾ 10 പ്രാവശ്യം ഉരുവിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത്. അവർക്ക് ഇതിയൊന്നും അർത്ഥം പിടികിട്ടാതെ ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് അവര് ഈ നാട്ടിൽ നടക്കുന്ന ധർമ്മങ്ങൾക്കെതിരായിട്ടൊന്നും പ്രതികരിക്കാത്തത്? എന്തെല്ലാം ഈശ്വരന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്? എല്ലാം വേദത്തിൽ പറഞ്ഞതിന് എതിരി എന്ന് പറയേണ്ടി വരും. പല കാര്യങ്ങൾ, എല്ലാം എന്നല്ല, പല കാര്യങ്ങളും വേദത്തിൽ പറഞ്ഞതിന് എതിരാണ്. എന്നിട്ടും
വേദങ്ങൾ ഉരുവിടുന്നവർക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. പല അർത്ഥവും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അവർക്ക് ഭയമാണ്.